മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനാചരണം നടത്തി. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചു. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ ആളുകളുമായും താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞ കോൺഗ്രസിലെ അപൂർവ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ബന്ധങ്ങളുടെ കാര്യത്തിൽ ഏജ് ഗ്രൂപ്പ് പ്രശ്നമല്ലായിരുന്നു ഒരിക്കലും. എത്ര പ്രായം കുറഞ്ഞവരാണേലും എത്ര മുതിർന്നവരാണേലും അദ്ദേഹവുമായി ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിത്വം ഈ കാണുന്നവരെ സ്വാധീനിക്കുന്ന ഒരു ചരിത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ വളരെ ഔന്നത്യങ്ങളിൽ അദ്ദേഹം ഇരിക്കുമ്പോഴും ഏറ്റവും മുഖ്യമന്ത്രി പദം എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 13 പേരാണ് കേരളത്തിലെ ആകെ മുഖ്യമന്ത്രിമാരായിട്ടുള്ളത് എല്ലാം കൂടി. അതിലൊരാളായിട്ട് ചരിത്രത്തിന്റെ ഭാഗമായി അതിലൊരാളായിട്ട് അദ്ദേഹം എപ്പോഴും ആ ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴും ആ സ്ഥാനം വഹിക്കുമ്പോഴും അദ്ദേഹം നിലനിന്നിരുന്നത് സാധാരണ ജനങ്ങളോടൊപ്പമാണ്. ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷത വഹിച്ചു. സാധാരണക്കാരായ ജനങ്ങൾ രോഗിയായി തീരുമ്പോൾ അഭയകേന്ദ്രമായി തീരുന്നത് സർക്കാർ ആശുപത്രികളാണ് എന്ന് കണ്ടുകൊണ്ട് ആ സർക്കാർ ആശുപത്രികളില് ഏറ്റവും മികച്ച നിലവാരമുള്ള ചികിത്സ ലഭിക്കണമെന്ന് സത്വദേശത്തോടുകൂടി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണോദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ നിർവഹിച്ചു. രാഷ്ട്രീയ നേതാവെന്നതിൽ അദ്ദേഹത്തിന്റെ നിലപാട്, ആ നിലപാടുകളിലെ കാർക്കശ്യ സ്വഭാവം, താൻ എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാതെ, അവിടെ തന്റെ ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കുവാൻ തയ്യാറാകാതെ നിലകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും ശക്തനായ രാഷ്ട്രീയക്കാരനായാണ് ഉമ്മൻചാണ്ടി സാറിനെ കാര്യവും നാം കാണുവാൻ കഴിയും. തെരഞ്ഞെടുത്ത നിർധനർക്കുള്ള പുതുവസ്ത്ര വിതരണോദ്ഘാടനം KPCC നിർവാഹക സമിതി അംഗം കോശിയം കോശി നിർവഹിച്ചു. ജനനേതാവ് എങ്ങനെയായിരിക്കണമെന്ന് തെളിയിപ്പിച്ച നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാർ. വിശ്രമമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ എന്നുള്ളത് ഓരോരുത്തരുടെയും മനസ്സിൽ ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹത്തെ ഇന്നും ജനങ്ങൾ കാണുകയാണ്. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR മുരളീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരുപക്ഷെ ഒരു ഭരണാധികാരിക്കും ലഭിക്കാത്ത തരത്തിലേക്കുള്ള ഒരു വലിയ യാത്രയിരിപ്പാണ് എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ഇന്ന് ഈ സംസാരിക്കുന്ന നിമിഷത്തിലും എന്റെ മനസ്സിൽ കടന്നു വരുന്നത്, അദ്ദേഹത്തിന്റെ വിരാമയാത്ര പോകുമ്പോൾ ചാനലുകളിൽ വന്ന് ഓരോരുത്തർ അവരുടെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീർ, അവർ ഓരോന്ന് അലമുറയിട്ട് പറയുന്ന കാര്യങ്ങൾ, സ്വന്തം കുടുംബത്തിലെ ഒരംഗം മരിക്കുമ്പോൾ അലമുറയിട്ട് കരയുന്ന ബന്ധുക്കളെ പോലെ, വളരെ ആഴത്തിൽ ബന്ധമുള്ളവരെ പോലെയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരി മുൻ മുഖ്യമന്ത്രി കടന്നുപോയപ്പോ അദ്ദേഹത്തിന്റെ മൃതശരീരം ഒന്ന് കാണുവാൻ കടന്നു വന്ന ജനതയിൽ അലമുറയിട്ട് കരയുന്നത് നമ്മൾ കണ്ടു. നഗരസഭാ ചെയർമാൻ നൈനാൻസി കുറ്റിശ്ശേരിയിൽ, വൈസ് ചെയർപേഴ്സൺ T കൃഷ്ണകുമാരി, KPCC അംഗം കുഞ്ഞുമോൾ രാജു, UDF നിയോജക മണ്ഡലം ചെയർമാൻ K ഗോപൻ, DCC ജനറൽ സെക്രട്ടറി MK സുധീർ, മാത്യു കണ്ടത്തിൽ, ജസ്റ്റിസ് N പാട്രിക്, സജീവ് പ്രായിക്കര, പഞ്ചവടി വേണു, SY ഷാജഹാൻ, അജിത് കണ്ടിയൂർ, കുറത്തുകാട് രാജൻ, ബിനു കല്ലുമല, മനസ് രാജൻ, G ഗോപകുമാർ, സുലൈമാൻ ഉണ്ടറാവിള, ഉമാദേവി ഇടശ്ശേരിയിൽ, മോഹൻദാസ് കല്ലുകുഴി, രാജു പുളന്തറ, ശങ്കർ മാവേലിക്കര, അഹമ്മദ് കൊല്ലകടവ്, ജയശ്രീ അനിൽ, രമേശ് കുമാർ, PP ജോൺ, ലൈല ബീബി, റിജി കുഴിപ്പറമ്പിൽ, CS ശ്രീകുമാർ, മനോജ് ഓലകെട്ടി എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് മാവേലിക്കര.